പ്രമുഖ ഉപഭോക്തൃ ഉൽപ്പന്ന നിർമ്മാതാക്കളായ ഡാബർ ഇന്ത്യക്കെതിരെ കർശന നടപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. നെയ്യ് മുതൽ തേൻ വരെയുള്ള അവശ്യ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ 100% ശുദ്ധം എന്ന് പറഞ്ഞ് വിപണിയിൽ വിറ്റഴിക്കുന്നത് നിരോധിച്ചുകൊണ്ട് ഭക്ഷ്യസുരക്ഷാ റെഗുലേറ്റർ ഉത്തരവിട്ടിരിക്കുകയാണ്. ശാസ്ത്രീയമായി തെളിയിക്കാൻ സാധിക്കാത്തതും കൃത്യതയില്ലാത്തതുമായ ഇത്തരം വാഗ്ദാനങ്ങൾ ഉപഭോക്താക്കളെ പൂർണ്ണമായും തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് നിരീക്ഷിച്ചാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഈ കടുത്ത നടപടി സ്വീകരിച്ചിരിക്കുന്നത്. തേൻ, പശുവിൻ നെയ്യ്, ആപ്പിൾ സൈഡർ വിനിഗർ, നാളികേരപ്പാൽ, വെളിച്ചെണ്ണ തുടങ്ങി നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന നിരവധി ഉൽപ്പന്നങ്ങളാണ് ഇപ്പോൾ FSSAIയുടെ നിരീക്ഷണ വലയത്തിലും വിലക്കിലും പെട്ടിരിക്കുന്നത്. ഈ വാർത്ത കേവലം ഒരു കമ്പനിയുടെ ഉൽപ്പന്ന നിരോധനം മാത്രമല്ല സൂചിപ്പിക്കുന്നത്, മറിച്ച് കോടികൾ വിലമതിക്കുന്ന പരസ്യങ്ങളിലൂടെ സാധാരണക്കാരെ കബളിപ്പിക്കുന്ന വ്യാജ അവകാശവാദങ്ങളുടെ പൊളിച്ചെഴുത്തു കൂടിയാണിത്. നമ്മുടെ രാജ്യത്തെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കൾ കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു ബ്രാൻഡാണ് ഡാബർ. ആയുർവേദത്തിന്റെയും പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങളുടെയും പേരിൽ വിപണിയിൽ ആധിപത്യം പുലർത്തുന്ന ഈ കമ്പനി തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉയർത്തിക്കാട്ടാൻ വലിയ തോതിലുള്ള പരസ്യ പ്രചാരണങ്ങളാണ് നടത്തിയിരുന്നത്. എന്നാൽ ഈ പരസ്യങ്ങളിൽ ഉപയോഗിച്ച പല വാചകങ്ങളും നിയമവിരുദ്ധവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഡാബറിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയും മറ്റ് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലൂടെയും വിൽക്കുന്ന പല ഉൽപ്പന്നങ്ങളിലും 100% പ്രകൃതിദത്തം, 100% ശുദ്ധം, 100% ഓർഗാനിക്, 100% പ്യൂരിറ്റി ഗ്യാരണ്ടീസ്, 100% ഇളനീർ വെള്ളം തുടങ്ങിയ വലിയ വലിയ അവകാശവാദങ്ങളാണ് നൽകിയിരിക്കുന്നത്. കേൾക്കുമ്പോൾ വളരെ ആകർഷകമെന്ന് തോന്നാമെങ്കിലും ഈ വാക്കുകൾക്ക് പിന്നിൽ യാതൊരുവിധ ശാസ്ത്രീയ അടിത്തറയോ നിയമപരമായ അംഗീകാരമോ ഇല്ലെന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം ഏതൊരു ഭക്ഷ്യ ഉൽപ്പന്നവും വിപണിയിൽ ഇറക്കുമ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന ചേരുവകളെക്കുറിച്ചും അതിന്റെ ശുദ്ധിയെക്കുറിച്ചും കൃത്യവും സത്യസന്ധവുമായ വിവരങ്ങൾ നൽകാൻ നിർമ്മാതാക്കൾ ബാധ്യസ്ഥരാണ്. എന്നാൽ യാതൊരുവിധ പരിശോധനകളിലൂടെയും സ്ഥിരീകരിക്കാൻ കഴിയാത്ത ഇത്തരം പദപ്രയോഗങ്ങൾ വഴി ഉപഭോക്താക്കളെ ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഡാബർ ചെയ്തിരിക്കുന്നത്. ആരോഗ്യത്തെക്കുറിച്ച് അതീവ ബോധവാന്മാരായ ഇന്നത്തെ തലമുറ ഓർഗാനിക് എന്നും ശുദ്ധമെന്നും കേൾക്കുമ്പോൾ അത്തരം ഉൽപ്പന്നങ്ങൾക്കായി കൂടുതൽ പണം മുടക്കാൻ തയ്യാറാകാറുണ്ട്. ഈ ഒരു മാനസികാവസ്ഥയെ ചൂഷണം ചെയ്തുകൊണ്ട് വൻകിട കമ്പനികൾ നടത്തുന്ന തട്ടിപ്പുകൾക്ക് എതിരെയുള്ള ശക്തമായൊരു മുന്നറിയിപ്പാണ് ഈ നടപടി. 2018 ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര ചട്ടങ്ങൾക്ക് തികച്ചും വിരുദ്ധമായ രീതിയിലാണ് കമ്പനി പ്രവർത്തിച്ചിട്ടുള്ളത്. റെഗുലേറ്റർ ചൂണ്ടിക്കാണിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചില ക്രമക്കേടുകൾ ഇവയാണ്. ഒന്നാമതായി, ജൈവിക് ഭാരത് ലോഗോയുടെ കടുത്ത ദുരുപയോഗമാണ് പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്നത്. വിപണിയിൽ ലഭ്യമായ ഡാബർ ഹിമാലയൻ ഓർഗാനിക് ആപ്പിൾ സൈഡർ വിനിഗർ, ഡാബർ ഓർഗാനിക് ഹണി എന്നീ രണ്ട് പ്രധാന ഉൽപ്പന്നങ്ങളിൽ FSSAIയുടെ ഔദ്യോഗികവും വാലിഡുമായ ഓർഗാനിക് അംഗീകാരം ഇല്ലാതിരുന്നിട്ടും ജൈവിക് ഭാരത് ലോഗോ പതിപ്പിച്ചാണ് വിപണിയിൽ വിറ്റഴിച്ചത്. ഇത് ഉപഭോക്താക്കളെ വഞ്ചിക്കുന്നതിന് തുല്യമാണ്. യഥാർത്ഥത്തിൽ ഓർഗാനിക് സർട്ടിഫിക്കേഷൻ ലഭിക്കാത്ത ഉൽപ്പന്നങ്ങളിൽ ഈ ലോഗോ ഉപയോഗിക്കുന്നത് വലിയൊരു നിയമലംഘനമാണ്. രണ്ടാമതായി, മിശ്രിത ഭക്ഷണങ്ങളിലെ തെറ്റായ അവകാശവാദങ്ങളാണ്. ഡാബർ ഹോം മെയ്ഡ് കോക്കനട്ട് മിൽക്ക് എന്ന ഉൽപ്പന്നത്തിൽ 100% പ്യൂരിറ്റി അഥവാ 100% ശുദ്ധം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ 2018 FSSAIയുടെ ചട്ടങ്ങൾ വളരെ വ്യക്തമായി അനുശാസിക്കുന്നത് വിവിധ ചേരുവകൾ ചേർത്തുണ്ടാക്കുന്ന മിശ്രിത ഭക്ഷണങ്ങളിൽ ഇത്തരത്തിലുള്ള 100% അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ നിയമപരമായ അനുമതി ഇല്ല എന്നാണ്. കാരണം ഒന്നിൽ കൂടുതൽ ചേരുവകൾ വരുമ്പോൾ അത് കേവലം ഒരു ശുദ്ധമായ അസംസ്കൃത വസ്തുവായി കണക്കാക്കാൻ സാധിക്കില്ല. ഇതിനു പുറമെ തേൻ, പശുവിൻ നെയ്യ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളിലും സമാനമായ രീതിയിൽ യാതൊരുവിധ ശാസ്ത്രീയ തെളിവുകളും ഇല്ലാതെ ശുദ്ധമെന്ന പേരിൽ പ്രചാരണം നടത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തെക്കുറിച്ചുള്ള അവകാശവാദങ്ങൾ നിലവിലെ നിയമങ്ങളുടെ പരിധിയിൽ വരുന്നതല്ലെന്നും എത്രയും പെട്ടെന്ന് ഇത്തരം പരസ്യങ്ങളും ലേബലുകളും മാറ്റാൻ കമ്പനിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും റെഗുലേറ്റർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഏതൊരു സ്ഥാപനവും പാലിക്കേണ്ട ചില കർശനമായ നിയമങ്ങളുണ്ട്. FSSAI പുറത്തിറക്കിയ 2018 ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര ചട്ടങ്ങൾ രാജ്യത്തെ എല്ലാ ഭക്ഷ്യ ഉൽപ്പന്ന നിർമ്മാതാക്കൾക്കും ബാധകമാണ്. ഈ ചട്ടങ്ങളുടെ ലംഘനമാണ് ഡാബറിന്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഒരു ഉൽപ്പന്നം 100% ശുദ്ധമാണെന്ന് പറയുമ്പോൾ ആ ഉൽപ്പന്നത്തിൽ യാതൊരുവിധ കലർപ്പോ കൃത്രിമമോ ഇല്ലെന്ന് മാത്രമല്ല, അത് ശാസ്ത്രീയമായി 100% തെളിയിക്കപ്പെടുകയും വേണം. എന്നാൽ വലിയ തോതിൽ ഉൽപ്പാദിപ്പിക്കുകയും വിപണനം നടത്തുകയും ചെയ്യുന്ന പല ഉൽപ്പന്നങ്ങളുടെയും കാര്യത്തിൽ ഇത് പ്രായോഗികമല്ല. എന്നിട്ടും വിപണിയിൽ മത്സരിച്ചു നിൽക്കാനും ഉപഭോക്താക്കളെ ആകർഷിക്കാനും വേണ്ടി മാത്രം ഇത്തരം പരസ്യവാചകങ്ങൾ കുത്തക കമ്പനികൾ ദുരുപയോഗം ചെയ്യുകയാണ്. ഓർഗാനിക് ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ അത് വളരെ കർശനമായ പരിശോധനകൾക്ക് ശേഷമേ വിപണിയിൽ ഇറക്കാൻ പാടുള്ളൂ. ഇന്ത്യയിൽ ഓർഗാനിക് ഭക്ഷണങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്നത് ജൈവിക് ഭാരത് ലോഗോ വഴിയാണ്. ദേശീയ തലത്തിലുള്ള അംഗീകൃത ഏജൻസികളുടെ സർട്ടിഫിക്കേഷൻ ഇല്ലാതെ ഇത്തരം ലോഗോകൾ ഉൽപ്പന്നങ്ങളുടെ
പാക്കറ്റുകളിൽ അച്ചടിക്കുന്നത് കടുത്ത നിയമപരമായ കുറ്റമാണ്. ഡാബറിനെ പോലെയുള്ള ഒരു മുൻനിര കമ്പനി ഈ നിയമങ്ങൾ ലംഘിച്ചുവെന്നത് വളരെ ഗൗരവത്തോടെയാണ് അധികാരികൾ കാണുന്നത്. ഉപഭോക്താക്കളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന ശക്തമായ സന്ദേശമാണ് FSSAI ഈ നടപടിയിലൂടെ നൽകിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ മറ്റു പ്രമുഖ ബ്രാൻഡുകൾക്കെതിരെയും ഇത്തരം പരിശോധനകളും നടപടികളും കർശനമാകുമെന്നാണ് സൂചന. FSSAIയുടെ ഈ ഉത്തരവ് പുറത്തു വന്നതിന് പിന്നാലെ വലിയ ചർച്ചകളാണ് വിപണിയിൽ നടക്കുന്നത്. ഡാബറിനെ പോലെയുള്ള ഒരു ആഗോള ഭീമൻ ഏർപ്പെടുത്തിയ ഈ വിലക്ക് മറ്റ് ഭക്ഷ്യ ഉൽപ്പന്ന നിർമ്മാതാക്കൾക്കും വലിയൊരു മുന്നറിയിപ്പായി മാറിക്കഴിഞ്ഞു. തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ പാക്കേജിലും പരസ്യങ്ങളിലും വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് ഇപ്പോൾ മറ്റു കമ്പനികളും ആശങ്കയിലാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ വിഷയത്തിൽ ഡാബർ കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഇതുവരെയുള്ള ഔദ്യോഗിക പ്രതികരണങ്ങളും പരിശോധിക്കപ്പെടുന്നുണ്ട്. FSSAIയുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കുമെന്നും ചട്ടങ്ങളുടെ ലംഘനം ഒഴിവാക്കിക്കൊണ്ട് ഉൽപ്പന്നങ്ങളുടെ ലേബലുകളിലും പരസ്യങ്ങളിലും ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്നുമാണ് കമ്പനിയുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. എങ്കിലും കമ്പനിയുടെ വിശ്വാസ്യതയ്ക്ക് ഇത് വലിയൊരു ആഘാതമായി മാറിയിട്ടുണ്ടെന്നത് യാഥാർത്ഥ്യമാണ്. പാക്കറ്റുകളുടെ പുറത്ത് നൽകിയിരിക്കുന്ന ചേരുവകളുടെ പട്ടിക വായിച്ചു നോക്കാനും FSSAI ലൈസൻസ് നമ്പറുകൾ പരിശോധിക്കാനും ഓർഗാനിക് ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ യഥാർത്ഥ ജൈവിക് ഭാരത് ലോഗോയും അതിനുള്ള സർട്ടിഫിക്കേഷനും ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യന്തം പ്രധാനമാണ്. ഭക്ഷ്യസുരക്ഷാ അതോറിറ്റിയുടെ ഇത്തരം കർശനമായ ഇടപെടലുകൾ ഉപഭോക്താക്കൾക്ക് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കാൻ സഹായകമാകുമെന്നതിൽ സംശയമില്ല. ചുരുക്കത്തിൽ നെയ് മുതൽ തേൻ വരെയുള്ള ഉൽപ്പന്നങ്ങളിൽ ഡാബർ നടത്തിയ തെറ്റിദ്ധരിപ്പിക്കുന്ന അവകാശവാദങ്ങൾക്കെതിരെയുള്ള FSSAIയുടെ നടപടി ഭക്ഷ്യസുരക്ഷാ രംഗത്തെ ഒരു വലിയ നീക്കമാണ്. വൻകിട കമ്പനികൾ ഏത് കൊമ്പത്തെയായാലും ഉപഭോക്താക്കളെ കബളിപ്പിക്കുന്ന രീതികൾ ഇനി നടപ്പില്ല എന്ന ശക്തമായ സന്ദേശമാണ് ഈ ഉത്തരവ് നൽകുന്നത്. ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരത്തിലും ശുദ്ധിയിലും കർശനമായ പരിശോധനകൾ ഇനിയും തുടരുമെന്നാണ് FSSAIയുടെ നിലപാടുകൾ വ്യക്തമാക്കുന്നത്.